ഓപ്പറേഷൻ വനരക്ഷയുടെ ഭാഗമായി തേക്കടി വള്ളക്കടവ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർമാർക്കെതിരെ നടപടി. തേക്കടി റേഞ്ച് ഓഫീസർ KECB, വള്ളക്കടവ് റേഞ്ച് ഓഫീസർ അരുൺ K. നായർ എന്നിവർക്കെതിരെയാണ് സസ്പെൻഷൻ നടപടി വരുന്നത്. പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ആൻഡ് ഹെഡ് ഓഫ് ഫോറസ്റ്റ് ഫോഴ്സിന്റേതാണ് നടപടി. നിതിൻ തോമസ് ഉണ്ട്. നിതിൻ, ഓപ്പറേഷൻ വനരക്ഷ എന്താണ് ആ പദ്ധതി? അതിന്റെ ഭാഗമായി തേക്കടി വള്ളക്കടവ് റേഞ്ച് ഓഫീസർമാർക്കെതിരെ നടപടിയെടുക്കുന്നത് എന്തുകൊണ്ടാണ്? രതീഷ്, കഴിഞ്ഞ 27-ാം തീയതി വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ നടത്തിയൊരു മിന്നൽ പരിശോധനയായിരുന്നു ഓപ്പറേഷൻ വനരക്ഷ എന്നത്. സംസ്ഥാനത്തുടനീളം തെരഞ്ഞെടുത്ത 71 റേഞ്ച് ഓഫീസുകളിലാണ് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ പരിശോധന നടത്തിയത്. അതിൽ നിന്നും ഏകദേശം 1 കോടി രൂപയ്ക്ക് മുകളിലുള്ള ക്രമക്കേടുകളാണ് കണ്ടെത്തിയത്. അതിൽ പ്രധാനമായിട്ടും വള്ളക്കടവ് റേഞ്ച് ഓഫീസിൽ നിന്നും അതുപോലെ തന്നെ തേക്കടി റേഞ്ച് ഓഫീസിലുമായിരുന്നു ഏറ്റവും കൂടുതൽ പൈസയുടെ ക്രമക്കേട് കണ്ടെത്തിയത്. അതായത് ഏകദേശം 72,80,000 രൂപയുടെ ക്രമക്കേട് വള്ളക്കടവ് ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് മാത്രം കണ്ടെത്തി. അതുപോലെ തന്നെ 32 ലക്ഷം രൂപയുടെ ക്രമക്കേട് ഈ തേക്കടി റേഞ്ച് ഓഫീസിൽ നിന്നും കണ്ടെത്തുകയുണ്ടായി. അതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ ആ ഒരു വനരക്ഷയിൽ നടപടിയെടുത്തിരിക്കുന്നത്. 2 റേഞ്ച് ഓഫീസർമാർക്കും സസ്പെൻഷൻ ലഭിച്ചിരിക്കുകയാണ്. ഇതിൽ പെരിയാർ ഡെപ്യൂട്ടി ഡയറക്ടർ ഈസ്റ്റ് പെരിയാർ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ 2 റേഞ്ച് ഓഫീസർമാരും നൽകിയിരിക്കുന്ന വിശദീകരണം എന്ന് പറയുന്നത് ഈ ഫോറസ്റ്റ് മേഖലയുമായി ബന്ധപ്പെട്ട പല നിർമ്മാണ പ്രവർത്തനങ്ങളിലും തടസ്സം വരികയോ അല്ലെങ്കിൽ അത് കൃത്യമായ സമയത്ത് അടിയന്തര സാഹചര്യങ്ങളിൽ കൃത്യമായ സമയത്ത് തന്നെ അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും കരാറുകാർക്ക് തങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും അതുപോലെ തന്നെ തങ്ങൾക്ക് പരിചയമുള്ള ആളുകളുടെ അക്കൗണ്ടിൽ നിന്നും പൈസ ഇടപാടുകൾ നൽകിയിട്ടുണ്ട്. പിന്നീട് ഈ കരാറുകാർക്ക് ജോലിയെടുത്ത് നടത്തുന്ന കരാറുകാർക്ക് പിന്നീട് ഈ ബില്ല് മാറി പൈസ ലഭിക്കുമ്പോഴാണ് തിരിച്ച് തങ്ങളുടെ അക്കൗണ്ടുകളിലേക്കും അതുപോലെ തന്നെ ഇത്തരത്തിൽ പൈസ നൽകിയിരിക്കുന്ന മറ്റുള്ള ആളുകളുടെ അക്കൗണ്ടുകളിലേക്കും പൈസ നൽകിയിരിക്കുന്നു എന്നൊരു വിശദീകരണമാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇത് തീർച്ചയായിട്ടും ക്രമക്കേട് തന്നെയാണ്, അല്ലെങ്കിൽ ഇത് ചട്ടവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അത്തരത്തിൽ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സസ്പെൻഷൻ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. തേക്കടി റേഞ്ച് ഓഫീസറുടെ ഭാഗമായാണ് ഇപ്പോൾ റേഞ്ച് ഓഫീസർമാർക്കെതിരെ സസ്പെൻഷൻ നടപടി വന്നിരിക്കുന്നത്.